ഹലോ, ഇന്ന് ഞങ്ങളൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സുമേച്ചേട്ടനുണ്ട്, മോനുണ്ട്. സംഭവം വേറെ ഒന്നല്ലേ, മണ്ഡലമാസമല്ലേ, നാളെ മുതൽ വൃശ്ചികം 1-ാം തീയതി. അപ്പോൾ ഇത്തവണത്തെ വൃശ്ചികം 1-ാം തീയതിക്ക് ഞങ്ങൾക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല കേട്ടോ, സുമേച്ചേട്ടൻ മുന്നേ മാല ഇട്ടിട്ടുണ്ടെങ്കിലും കൈലാസുട്ടൻ ഇപ്പോൾ 12 വയസ്സായെങ്കിലും ആദ്യമായിട്ടാണ് ഇപ്രാവശ്യത്തെ മാലയിടുന്നത്. അപ്പോൾ ആൾ കന്നിസ്വാമിയാണ്. അപ്പോൾ ഓരോ തവണയും അവൻ ആഗ്രഹം പറയാറുണ്ട്, എനിക്ക് മാലയിടണം മാലയിടണം. പക്ഷേ അതൊന്നും സാഹചര്യത്തിന് ഒക്കാത്ത കാരണം അതൊക്കെ മാറ്റി വെച്ചു. കാരണം എന്താ പറയുക, നമുക്കതിനുള്ളൊരു സാഹചര്യം വേണമല്ലോ. അപ്പം നമ്മൾ എനിക്കും കൂടി പറ്റിയൊരു കണ്ടീഷനാണല്ലോ. അങ്ങനെ ഇത്തവണ എല്ലാം ഓക്കെ ആയി എന്ന് കണ്ടപ്പോൾ, നമുക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഏതായാലും സുമേഷേട്ടൻ പറഞ്ഞു ഇത്തവണ നമുക്ക് ഓർക്ക് മാല ഇടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്രാവശ്യം കൈലാസും സുമേഷേട്ടനും മാല ഇടുന്നുണ്ട്. അങ്ങനെ അടിച്ചു വാരലും മണ്ഡലകാലത്തേക്കുള്ള വ്രതത്തിന് വേണ്ടിയിട്ടുള്ള അടിക്കലും തുടക്കലും വാരലും ഒക്കെയായി ഞങ്ങളുടെ സൺഡേ അങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, സൺഡേ എന്താ പറയുക, ഈ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരാൾ കൂടി ഉണ്ടാകുമ്പോൾ നമുക്കൊരു എന്താ പറയുക, പെട്ടെന്ന് എനർജിയും കൂടും. നമ്മൾ ഒറ്റക്കാകുമ്പോൾ ഞാൻ പിഞ്ഞാന്ന് പറഞ്ഞിട്ട് ഓരോ പണിയെടുക്കണ്ടേ. ഇത് കൂടി ആളുണ്ടാകുമ്പോൾ അത് ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലൊരു എനർജി ഫീൽ ചെയ്യുക അല്ലേ. നിങ്ങൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ്. എനിക്ക് സുമേഷേട്ടനെ കണ്ടു ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഇത് അല്ലേ, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു എന്നിട്ട് ഞാൻ ഓർക്കൊണ്ട് ഓരോന്ന് ചെയ്യും, ഞാനും ഓരോന്ന് ചെയ്യും. കക്ഷി എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കില്ല, ഞാനും ചാടിക്കേരി എന്തെങ്കിലും ചെയ്യും. പിന്നെ കക്ഷി വെറുതെ കിടക്കുകയാണെങ്കിൽ ഞാൻ പോയിട്ട് ഇടങ്ങാറാക്കും, അത് കിടക്കല്ല അതാക്കല്ല, പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കുക. അത് എൻ്റെ ഒരു ശീലമാണ്. അപ്പോൾ ആളൊന്ന് നൊടിയെങ്കിലും ചെയ്തു തരും കേട്ടോ. അത് എന്താണെന്നറിയില്ല, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരാളെന്നല്ല, ഇയാൾ കൂടെ വേണം, ഈ സുമേഷ് കൂടെ വേണം. അതുപോലെ ആൾ വെറുതെ കിടക്കുമ്പോൾ ഞാൻ നൊടിഞ്ഞ് അതിനെ തൂക്കി എടുത്ത് കൊണ്ടുപോയിട്ട് ഓരോ പണിയെടുപ്പിക്കും. പിന്നെ ഇവിടെ പണിയൊന്നും കഴിയാത്തത് കാരണം അല്ലറ ചില്ലറ നൊട്ട പണിയൊക്കെ ഉണ്ടാവും. ഒന്നും ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് പണിയെടുപ്പിക്കും. അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ട്, പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം സന്ധ്യയോടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് ചെറുക്കുനി വരെ പോവുക. സംഭവം മാലയും തോർത്തും മുണ്ടും ഒക്കെ വാങ്ങണമല്ലോ. അപ്പം നാളത്തേക്കുള്ള എല്ലാത്തിനുള്ള വാങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. ഞങ്ങൾ പാറക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ മാറ്റുന്ന കണ്ടപ്പോൾ ആൾക്കും ഒന്ന് ലിപ്സ്റ്റിക് എല്ലാം ഇടണം. ഇടയ്ക്ക് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടും. ഒരുപാട് വാരി ചാർത്തില്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കും. കാരണം നമ്മളെ മുഖത്തിന് അന്നേരം ഒരു ചെറിയൊരു ഒരു അട്രാക്ഷൻ വരും. അങ്ങനെ മോള് വണ്ടീൻ്റെ മുമ്പിൽ ഇരിക്കണം എന്നുമായിട്ടുള്ള യുദ്ധമാണ് അച്ഛനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെറുകുനിക്കേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഞങ്ങളുടെ നാട്, മേലൂർ വായനശാല. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി. മോൻ വന്നിട്ടില്ല, മോൻ അവിടെ കളിക്കുന്ന ഗ്രൗണ്ടിൽ കുട്ടികളും കളിക്കുന്നതായിട്ടാണ് പറഞ്ഞ് ഞാൻ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി സാധനം എടുക്കാൻ വേണ്ടി പോകും. കടയിലെത്തിയിട്ടുണ്ട്, പൂജാ സ്റ്റോറിലെത്തിയിട്ടുണ്ട്. ഏട്ടെ മാല നോക്കുന്നുണ്ട്, ഏത് മാലയാണ് വേണ്ടതെന്നുള്ള. രണ്ടാൾക്കും ഒരേപോലത്തെ മാലയും ലോക്കറ്റും എല്ലാം തന്നെ ഏട്ടൻ തന്നെ പരതി എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു നിശ്ചയമില്ല. അപ്പോൾ മോള് കുട്ടി എന്തെല്ലോ കളിക്കുന്നുണ്ട്. കീശയിൽ കൈ ഇട്ടിട്ട് അവൾ എടുക്കുന്നത് കോയിനാണ്. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുട്ടായി വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കോയിനൊക്കെ പെറുക്കി കീശയിൽ വെച്ചിട്ടുണ്ട്. അച്ചാച്ചനോട് സൊറയൊക്കെ പറഞ്ഞിട്ട് അവളിതെന്തെല്ലോ ഇങ്ങനെ അച്ചാച്ചനോട് ഓരോ ജോലിയൊക്കെ ആക്കി നടക്കുന്നുണ്ട്. ആൾ ഹാപ്പി മൂഡിലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ സുമേഷേട്ടൻ വേണ്ട തോർത്തും വേഷ്ടിയും പിന്നെ മാലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആൾ ബില്ല് പേ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെറുക്കുനിക്കുള്ള കട, പൂജാ സ്റ്റോർ. ചെറുക്കുനി ബസ് സ്റ്റോപ്പിന് തൊട്ട് ബാക്കിലാണ് ഒരുവിധം എല്ലാ പൂജ ഐറ്റംസും അത്യാവശ്യം സ്റ്റേഷനറി കിട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് പാറുക്കുട്ടിക്ക് ഒരു ചെരുപ്പ് എടുക്കാൻ വേണ്ടിയാണ്. സംഭവം വേറെ ഒന്നുമല്ല, അവൾക്ക് നല്ല നല്ല ഫാൻസി ആയിട്ടുള്ള ചെരുപ്പുകൾ ഞാൻ ഓൺലൈനിൽ ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നമുക്ക് ഡേ യൂസിന് പറ്റിയിട്ട് പുറത്ത് പോകാനുള്ള നല്ലൊരു ചെരുപ്പ് ഇല്ല. ഞാൻ ഹവായിയാണ് വാങ്ങിച്ചു കൊടുത്ത് അങ്കൽവാടി പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നല്ലൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. അതായത് വൃശ്ചിക മാസം 1-ാം തീയതി രാവിലെ 4:15 എണീച്ച് സുമേഷേട്ടൻ ഞങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നേരം വെളുത്തെന്ന് പറയില്ല, നല്ല ഇരുടാണ്. 4:15 നല്ല ഇരുടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് വാതിൽ രാവിലെ എഴുന്നേറ്റപാട് അങ്ങ് തുറന്നു വെച്ചു. അങ്ങനെയാണല്ലോ പറയാറ്. രാവിലെ എഴുന്നേറ്റ് ഞാൻ ആദ്യം മുന്നിലുള്ള വാതിൽ തുറക്കണം, അതിന് ശേഷമാണ് ബാക്കിലത്തെ വാതിൽ തുറക്കാറ്. സാധാരണ എണീച്ച ഈ പതിവൊന്നുമില്ല, നേരെ വെട്ടി അടുക്കളയെ പാഞ്ഞ് ഉള്ള പണി അങ്ങ് എടുക്കും. അപ്പോൾ ഇന്ന് അതൊക്കെ തുറന്നു വെച്ച് അടുപ്പിലൊന്ന് തീയിടാന്ന് വെച്ച്. കാരണം മറ്റൊന്നല്ല, ഒന്ന് അന്തരീക്ഷം ഒന്ന്
എന്താ പറയുക പോസിറ്റീവ് എനർജി നിറക്കാൻ കൂടിയാണ്, ഒരു കുന്തിരിക്കം പുകയ്ക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് ഈ അടുപ്പിൽ ചിരട്ട വെച്ച് തീയൊക്കെ ഇട്ട് ഒന്ന് കുന്തിരിക്ക പുകച്ച് കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇതാ മോള് കുട്ടി റെഡിയായിട്ട് ഇതാ സാധനമൊക്കെ തൂക്കി എടുത്ത് നിൽക്കുന്നുണ്ട്. ഇതാ രാവിലെ തന്നെ നല്ല നേരം വെളുത്തിനുമില്ല, അതായത് നല്ല ഇരുടാണ്. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. മേലൂർ ശിവക്ഷേത്രം, അതാണ് ഞങ്ങൾ മാലയിടുന്നത്. അപ്പോൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ മേലൂരിലുള്ള ശിവക്ഷേത്രം. അങ്ങനെ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയാണ്, വളരെ അടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റിൻ്റെ ഓട്ടമൊന്നും ഇല്ല. അങ്ങനെ അച്ഛനും മോനും ഇതാ മാലയിടാൻ വേണ്ടി അമ്പലത്തിൽ എത്തി. അങ്ങനെ ഇതാ അമ്പലത്തിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം അവിടുന്ന് ചടങ്ങൊക്കെ കഴിഞ്ഞ് മാലയൊക്കെ ഇട്ട് 2 പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ 2 സ്വാമിമാരായിട്ടുണ്ട്. ഇനി 41 ദിവസത്തെ വ്രതം ഒക്കെയാണ്. ഞാൻ ചിട്ടയോടുകൂടി സമാധാനത്തോടു കൂടിയുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. ഇനി ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് അണ്ടലൂർക്കാവിലേക്കാണ്. അവിടെയും തൊഴുത് പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് ഇതാ 2 സ്വാമിമാറും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.